അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലരുടെയും ഇതുപോലെയുള്ള സംഭവങ്ങൾ പുറത്തു വരും. ചില ടീമുകൾ ഇത് ചിലപ്പോൾ ഒളിക്യാമറയിൽ പകർത്തും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും നമ്മുടെ ലേബർ റൂമിൽ ക്യാമറ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഏത് ആശുപത്രി ആയി കഴിഞ്ഞാലും അതൊരു വലിയ തെറ്റ് തന്നെയാണ്. നമ്മളെ വീട്ടിലൊന്നും ആരും പ്രസവിക്കുന്നില്ലേ? നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും പ്രസവിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ ഇമ്മാതിരി കോപ്രായം കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നുമല്ല, ഇന്നലെ ദിയയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും വന്നിട്ട് താൻ ആരാടോ അത് നോക്കാൻ, താൻ എന്തിനാ ഇത് നോക്കുന്നത്, താൻ ആരാ ഇതൊക്കെ പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിരുന്നു. അവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പ്രസവം നടക്കുന്നുണ്ട്. അതിന്റെ വേദന എല്ലാവർക്കും അറിയാം. പിന്നെ ചില സ്ത്രീകൾ വന്നോ പറയുന്നുണ്ട് പ്രസവ വേദന, ഇതെല്ലാവരും ഒന്ന് കാണട്ടെ, ഇതുപോലെയാണ് ഞങ്ങളെല്ലാം പ്രസവിക്കുന്നതെന്ന് കാണട്ടെ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന അതേ വേദന ഒരച്ഛനും അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് എല്ലാ അച്ഛന്മാരുടെയും കഥയല്ല ഞാൻ പറയുന്നത്. ഒരു നല്ല അച്ഛനാണെങ്കിൽ ആ വേദന അയാളും പിന്നെ അനുഭവിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദിയക്കും അതുപോലെ തന്നെ കുടുംബത്തിനും എന്ത് പ്രഹസനമാണ് അവർ കാണിക്കുന്നത്. അവരെല്ലാവരും കൂടിയിട്ട് ലേബർ റൂമിൽ കയറിയിട്ട് എന്ത് കോപ്രായമാണ് കാണിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇവർക്കൊരു ബുദ്ധിയില്ലേ? പക്ഷെ ഇവർക്കൊന്നാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരും കാണണം, ഇതെല്ലാവരും വിമർശിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ, ഇതിൻ്റെ എല്ലാം പിന്നിൽ പൈസയാണ്. നല്ല രീതിയിലുള്ള യൂട്യൂബ് ഇൻകം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഇത്രയും വലിയൊരു സൂട്ട് റൂം, അതുമാത്രവുമല്ല നോക്കാനും പിടിക്കാനും ഡോക്ടർമാർ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സഹോദരികൾ പ്രസവിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരും ഇതേപോലെ കോപ്രായങ്ങൾ കാണിക്കാറില്ല. ഇനി ഇവർക്ക് ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത്? ഷൂട്ട് ചെയ്യുക. ഷൂട്ട് ചെയ്തതിന് ശേഷം ഇവർക്ക് കാണേണ്ട വിധത്തിലാക്കുക. അല്ലാതെ ഇത് പബ്ലിക്കിലിട്ടിട്ട് എല്ലാവരും കണ്ടിട്ട് അവിടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. എനിക്കിത് ദഹിക്കുന്നില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതായത് ഇമ്മാതിരി കോപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഇതെല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാവരും ചെയ്യുന്നല്ലേ, എല്ലാവരും ഇതുപോലെ ചെയ്യോ? നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സഹോദരി, ഭാര്യ, ഇവരൊക്കെ പ്രസവിക്കുമ്പോൾ നിങ്ങൾ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് നിൽക്കുവോ? എനിക്കറിയില്ല. അത് നിൽക്കുന്നവരുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതെങ്കിലും ഒരുത്ത സഹോദരി അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പടക്കുമ്പോൾ ക്യാമറ എടുത്തിട്ട് ഓക്കെ കരച്ചിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താന്നേ കാണിക്കുന്നത്? എന്താ ഇത് കാണിക്കുന്നത്? ഇത് ഇവറ്റകൾക്ക് ബുദ്ധിയില്ലാണ്ടായി പോയാ? അതാണ്. ഇവരെന്തോ ഒരു വലിയ മാറ്റം കൊണ്ടുവരും. നാളെ മുതൽ ഞങ്ങൾ പിന്നെന്താ വഴിയിൽ പ്രസവിക്കും എന്നുള്ള പറഞ്ഞ പോലെയാണല്ലോ. ഇതൊരുപാട് ആൾക്കാരെയും കൊണ്ടുവരുന്ന കല്യാണത്തിന് പോയതാ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്നിട്ട് ഭയങ്കരമായിട്ട് അതിനെന്താ പറയുക, കൊട്ടി ആഘോഷിക്കുകയാണ്. ഇന്നലെ ദിയ പ്രസവിച്ചു, ഇന്നെന്താ കേരളത്തിൽ ലീവ് കൊടുത്തിട്ടുണ്ടായിന്ന്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ചോരക്കുഞ്ഞിനെ വിമർശിച്ചേ, അയ്യോ ദിയെ വിമർശിച്ചേ, അയ്യോ അതിന്റെ വേദന കണ്ടില്ലേ, അതിനെ വിമർശിക്കല്ലേ, അതിനിങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കരച്ചിലുകളും. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിമർശനം ഉണ്ടാകും. അല്ലാതെ കൃഷ്ണകുമാറും മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലോകത്തുനിന്ന് ഇറങ്ങി വന്നൊന്നുമല്ല. അവർ ചെയ്യുന്ന കാര്യത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാ, കൊള്ളാടാ, കൊള്ളാം മോളെ, ഇതുപോലെ തന്നെ വേണം, കൊള്ളാം. ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കണം, കണ്ണും കാതും എല്ലാം പൊത്തിയിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന അഭിപ്രായം പറയും ഞങ്ങൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ കുറേ ആൾക്കാർക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസവല്ലേ കാണിച്ചത്. പ്രസവം എന്താ നമ്മളെല്ലാം കാണിക്കുന്നുണ്ടോ എല്ലാവരും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലമൊന്നും അല്ലാന്ന് ഇപ്പം പറയും, എന്നാലും പറയുകയാണ്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് ഇന്നത്തെ കാലത്ത് ഭർത്താക്കന്മാർക്കും കയറായി എന്ന് പറയുന്നുണ്ട്. അതായത് ദിലീപ് പറഞ്ഞിട്ട് പണ്ട് മഞ്ജു വാര്യർ പ്രസവിക്കുമ്പോൾ ഞാനും കൂടെ കയറിയിട്ടുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ നമുക്കും കയറാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കയറുന്ന ആൾ കയറിക്കോട്ടെ, അത് അവരുടെ സ്വകാര്യതയാണ്, അത് അവരുടെ മാത്രം കാര്യമാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പബ്ലിക്കിൽ ഇട്ടിട്ട് എത്ര ലൈക്ക് വരുന്നുണ്ട്, എത്ര കമന്റ് വരുന്നുണ്ട്, ഇതൊക്കെ നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതിനെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ചോരക്കുഞ്ഞിനെ പറഞ്ഞേ എന്തോ നാടേ ഇത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ ഇവരൊക്കെ വിചാരിക്കുന്നത്? എന്ത് പ്രഹസനം കാണിച്ചിട്ടും എന്തൊക്കെ കാണിച്ചിട്ടും പൈസ ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും ചെയ്യും. എന്തോന്നടേ ഇത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ കൃഷ്ണകുമാറിന് എന്ന് പറഞ്ഞാൽ ഇതൊരു പുത്തിരിയൊന്നുമല്ല. കാരണം അങ്ങേർക്ക് കൃത്യമായിട്ടറിയാം കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ വരും. കാരണം ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിന്റെ മക്കൾ വിമർശനത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, അവരങ്ങനെയാണ്. അതായത് അവരിപ്പോഴും എന്ന് പറഞ്ഞാൽ ടൂറ് പോകാറുണ്ട്. ടൂറ് പോയി കഴിഞ്ഞാൽ പല ഡ്രസ്സിലുള്ള ഫോട്ടോസ് ഇടാറുണ്ട്. ആ ഫോട്ടോസിന്റെ അടിയിൽ ഒരുപാട് കമന്റ് ഇടാറുണ്ട്. അപ്പൊ അവർക്കും അറിയാം, അതായത് ഈ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കമന്റ് വരും. ഇങ്ങനെ കമന്റ് വന്നു കഴിഞ്ഞാൽ ഇത് 4 ആൾ ശ്രദ്ധിക്കുള്ളൂ. 4 ആൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയൂ എന്നൊക്കെയാണ് ഇവരുടെയൊക്കെ ധാരണ.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നു മക്കളെ, ഇതൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ നല്ല രീതിയിൽ വിമർശിക്കും. ഇതിൽ അനുകൂലിക്കുന്നവരുണ്ടാകാം, അതുപോലെ പ്രതികൂലിക്കുന്നവരുണ്ടാകാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമ ധർമ്മത്തോടാണ് എനിക്ക് പുച്ഛം തോന്നുന്നത്. അതായത് എല്ലാ മാധ്യമങ്ങളും ദിയ പ്രസവിച്ചു എന്തോന്നാണ് ഇത്? ദിയ ബഹിരാകാശത്തേക്ക് പോയതാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ദിയ വേറെ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിച്ചതാണെങ്കിൽ ഓക്കെ, ശരിയാണ്, ദിയ പ്രസവം കണ്ടുപിടിച്ചതാണെങ്കിൽ ഓക്കെ, അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ഇത് എന്തിനാണ് ഇങ്ങനെ ഈ പിന്നെ എന്താ പറയുക, മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്ന ചില മാധ്യമങ്ങൾ, നിങ്ങൾക്കൊക്കെ എന്തോരം ന്യൂസ് ഉണ്ട്, നിങ്ങളൊക്കെ ഇത്രയും തറയായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും വിഷമം തോന്നുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇവരുടെ ഈ കോപ്രായങ്ങളൊന്നും കണ്ട് നിങ്ങൾ അനുകരിക്കരുത്. അതായത് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ സ്വകാര്യതയും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ പിടിക്കാൻ വേണ്ടി അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പല വേട്ടാവെളിയന്മാരും ഉണ്ടാകും. ഈ എല്ലാവരും നല്ലവനൊന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന നേഴ്സന്മാരായാലും മറ്റേമാരായാലും അതുപോലെ ഡോക്ടർമാരായാലും ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ലവരൊന്നുമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലരുടെയും ഇതുപോലെയുള്ള സംഭവങ്ങൾ പുറത്തു വരും. ചില ടീമുകൾ ഇത് ചിലപ്പോൾ ഒളിക്യാമറയിൽ പകർത്തും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കൃഷ്ണകുമാറിന് മാത്രം എന്താ വേറെ നിയമമുണ്ടോ? ഇതുപോലെ പിന്നെ എന്താ പറയുക, ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് ക്യാമറയും വെച്ച് പകർത്താൻ ഇതെന്താ വേറെ നിയമമുണ്ടോ? അല്ല, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ മകളുടെ പ്രസവം കാണിക്കാൻ എൻ്റെ ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ ഭർത്താവ് പറയുകയാണ് എൻ്റെ ഭാര്യയുടെ പ്രസവം കാണിക്കണം, അത് എൻ്റെ ഇഷ്ടമാണ്. എന്തോന്നാടെ ഇത്? വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ഒരു കാരണവശാലും നമ്മുടെ ലേബർ റൂമിൽ ക്യാമറ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഏത് ആശുപത്രി ആയി കഴിഞ്ഞാലും അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നാളെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കിഴങ്ങൻ ഭർത്താവ് വന്നിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്യാമറ പിടിക്കും, നിങ്ങൾ അനുവദിച്ചു കൊടുക്കോ? അവൻ ഒരു കുട്ടിയായതിന് ശേഷമായിരിക്കും അവൻ പറഞ്ഞത് ഞാൻ ഡിവോഴ്സ് ആവുകയാണ്. അങ്ങനെ അവൻ പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ പിന്നീട് ഭീഷണിപ്പെടുത്തൂലേ, ഞാൻ ഈ രഹസ്യം വെളിയിൽ വിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തൂലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് ആളായി കഴിഞ്ഞാലും എന്തെന്നായി കഴിഞ്ഞാലും ഈ ലേബർ റൂമിലെ ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല. അതൊരു രഹസ്യം തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാർ തന്നെ ഇത് ചൂഷണത്തിനിരയാകും. ഈ ഭർത്താക്കന്മാർ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരൊന്നുമല്ല. പലതരത്തിലും ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തിനധികം പറയുന്നത്, ആദ്യ രാത്രിയുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് അത് വെച്ചിട്ട് ചൂഷണം ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഈ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ശത്രുക്കളാണ്. അപ്പോൾ വേർപിരിയുമ്പോൾ നീ എന്നോട് ഇത്ര പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പുറത്തു വിടും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മളുടേത്. നമ്മളാരും ഹരിശ്ചന്ദ്രന്മാരൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലേബർ റൂമിൽ ക്യാമറ കൊണ്ടുപോയത് മഹാ തെണ്ടിത്തരം തന്നെയാണ്. ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൃഷ്ണകുമാറിന്റെ മകളല്ലേ, അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ മകളും പിന്നെ മരുമകനല്ലേ ക്യാമറ, അവനൊക്കെ അറിയില്ലേ? അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് തന്നെയാണ്. അവർക്കൊന്നും പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദിലീപ് ക്യാമറ കൊണ്ടുപോയിനാ. ദിലീപിന് വേണമെങ്കിൽ ഒരു സിനിമ ക്യാമറകൾ മുഴുവൻ കൊണ്ടുപോകാമായിരുന്നു. അയാൾ ക്യാമറയും കൊണ്ടാണോ ലേബർ റൂമിൽ കയറിയത്? അയാൾ ലേബർ റൂമിൽ കയറിയിട്ടുള്ള ഒരു ഫോട്ടോ പോലും വെളിയിൽ ഞാൻ കണ്ടിട്ടില്ല. അയാൾ പറയുന്നത് മാത്രമേ ഉള്ളൂ, ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് കയറാമെന്ന്. അല്ലാതെ അവിടെ ചെന്നിട്ട് സെൽഫി എടുക്കാനും ആ കുട്ടി വരുന്നോ എന്ന സെൽഫി എടുക്കാനൊന്നും അല്ല നമ്മൾ പോകുന്നത്. ഇന്നലെ എന്തോരു പ്രഹസനമാണ്. അതായത് ആ ഒരു പെൺകുട്ടി ഈ പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ ആക്കുമ്പോൾ ഈ അമ്മച്ചി ഇതൊക്കെ പോയിട്ട് ക്യാമറ പിടിക്കുവാടെ. എന്തൊരു ഊളത്തരമാണ്. സ്വന്തം മകളവിടെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അവിടെ പെടാപ്പാട് വിടുകയാണ്. അപ്പോഴും ക്യാമറ പിടിച്ചിട്ട് മോളെ ആയില്ല ഒരു മിനിറ്റ് ലൈറ്റ് ഓക്കെ. എന്തൊരു മനുഷ്യന്മാരാണ് ഇത്. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പ്രശ്നമാണെന്ന്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എനിക്കിത് നല്ലതാണ് എന്നും പറയാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങോട്ട് വന്നോട്ടെ. അത് എന്തെന്നായാലും ശരി, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ സഹോദരിമാരുടെ മാനമാണ് നമുക്ക് വലുത്. നന്ദി, നമസ്കാരം.